നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. നമ്മൾ 2026 ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മേടം മുതൽ കർക്കിടകം വരെയുള്ള രാശിക്കാരുടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ന്യൂ ഇയറിനാണെങ്കിൽ രാജയോഗവും മഹാലക്ഷ്മി യോഗവും ഒക്കെ 2026 സംഭവിക്കുന്ന രാശിക്കാരുടെ 7 രാശിക്കാരുടെ ഫലവും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള കർക്കിടകം രാശി കഴിഞ്ഞ് ചിങ്ങം രാശി മുതൽ ബാലൻസ് ഉള്ള രാശിക്കാരുടെയാണ് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിങ്ങം രാശിക്കാർക്ക് 2026 വരുന്ന ശുഭഫലങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. അപ്പം ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ആദ്യമായിട്ട് നമുക്ക് ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം. 2026 എപ്പോഴും പറയുന്ന പോലെ ശനി മീനം രാശിയിൽ നിൽക്കുന്നു. അതുപോലെ വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നു. രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായിട്ട് നിൽക്കുന്നു. അപ്പം ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എന്ന് പറയുന്നത് ഇപ്പോൾ സഞ്ചരിക്കുന്നത് 11ാം ഭാവത്തിലാണ്, ലാഭസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വരെയും വ്യാഴം 11ാം ഭാവത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ശനി സഞ്ചരിക്കുന്നത് അഷ്ടമസ്ഥാനത്താണ്. അപ്പോൾ അഷ്ടമസ്ഥാനം എന്ന് പറയുമ്പോൾ 6ൻ്റെയും 7ൻ്റെയും ആധിപത്യം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. അപ്പോൾ 6ൻ്റെയും 7ൻ്റെയും ആധിപത്യം വഹിച്ചു നിൽക്കുന്ന ശനി അഷ്ടമഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇനിയും ഏകദേശം 1.25-2 വർഷത്തോളം ശനി മീനരാശിയിൽ തന്നെ ഉണ്ടായിരിക്കും, അഷ്ടമഭാവത്തിൽ. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പം പറയുന്നതാണ്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ശനി എന്ന് പറയുന്ന ഗ്രഹം 2 സ്ഥാനങ്ങളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ദോഷം ചെയ്യത്തുള്ളൂ. ഒന്ന് 7 ശനിക്കാലത്തെ ജന്മശനിയും, ഒന്ന് അഷ്ടമഭാവത്തിൽ വരുമ്പോൾ അഷ്ടമശനിയും. ഈ 2.5 വർഷം മാത്രമേ 30 വർഷത്തിലെ കാലയളവിൽ ഓരോ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള രീതി വെച്ച് നോക്കുമ്പോൾ ഈ 5 വർഷ കാലഘട്ടം മാത്രമേ ശനി എപ്പോഴും എല്ലാ ആൾക്കാർക്കും ദോഷം ചെയ്യത്തുള്ളൂ. അത് തന്നെയുമല്ല, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ശനി വ്യാഴക്ഷേത്രമാണ്. അപ്പം വ്യാഴക്ഷേത്രത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് തന്നെ ശനി കുറച്ച് സൗമ്യനായിരിക്കും പൊതുവെ 2026-2027 വർഷത്തിൽ. എങ്കിൽ പോലും ഈ ശനിയും സൂര്യനും തമ്മിൽ ശത്രുക്കളാണ്. അപ്പം ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം രാശിയുടെ അധിപൻ എന്ന് പറയുന്നതാണെങ്കിൽ സൂര്യനാണ്. അപ്പോൾ സൂര്യനും ശനിയും തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ശത്രുതാഭാവവും അഷ്ടമസ്ഥാനത്തിരിക്കുന്ന ശനിക്ക് ഏൽക്കുന്നതായിട്ട് വരും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ശനി അല്പം മോശമായിട്ട് തന്നെയാണ് 2026 ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത്. പക്ഷേ വ്യാഴം 11ലാണ്, ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ലാഭം അത് പ്രദാനം ചെയ്യണം. എന്നാൽ ജൂൺ മാസം ആകുമ്പോഴത്തേന് 11ൽ നിൽക്കുന്ന വ്യാഴം 12ാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് മാറും. അപ്പം 12ാം ഭാവം എന്ന് പറയുമ്പം വ്യയസ്ഥാനമായിരിക്കും. നമുക്കുള്ള സാമ്പത്തികമൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ചിലവാക്കുന്ന സമയമായിരിക്കും. എങ്കിൽ പോലും ആ 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശി ഉച്ചക്ഷേത്രമായതുകൊണ്ട് ഉച്ചക്ഷേത്രത്തിൽ നിന്നും ഈ 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ വീക്ഷിക്കുന്നത് കൊണ്ട് ശനിയുടെ ആ ഒരു കാഠിന്യം അല്പം കുറയും. ഇപ്പോഴത്തേക്കായാലും കുറച്ചും കൂടി ജൂൺ മാസം കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു കാഠിന്യം കുറയാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും സാമ്പത്തികപരമായിട്ട് അത്ര നല്ലൊരു കാലഘട്ടമാകാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് 2026 ഓരോ മേഖലകളിലും ഇവർക്ക് ഈ ചിങ്ങം രാശിക്കാർക്ക് വരാൻ പോകുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം എന്താ പറയുന്നത്, ജൂൺ മാസം വരെ സർവ്വകാര്യങ്ങളിലും അവർക്ക് വിജയം ഉണ്ടാകുന്ന സമയമാണ്. കാരണം 11ൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ധനലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ ആണെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും മെയ് മാസം ലാസ്റ്റിന് മുമ്പ് തന്നെ ജോലി ലഭിക്കും, തർക്കമില്ലാത്ത കാര്യമാണ്. ഓൾറെഡി മിക്കവാറുമുള്ള ചിങ്ങം രാശിക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ടാകാം. അതുപോലെ പുരുഷനാണെങ്കിൽ സ്ത്രീയിൽ നിന്നും, സ്ത്രീക്കാണെങ്കിൽ പുരുഷനിൽ നിന്നും സഹായം ലഭിക്കുന്ന വർഷമായിരിക്കും 2026. പ്രത്യേകിച്ച് ന്യൂമറോളജി പറയുമ്പോൾ സൂര്യൻ്റെ വർഷമായതുകൊണ്ട് നിങ്ങൾ ചിങ്ങം രാശിക്കാരായതുകൊണ്ട് അപ്പം ആ ഒരു സൂര്യൻ്റെ എനർജി പോസിറ്റീവ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള ഭാഗ്യം 2026 ഈ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിട്ടുണ്ട്. പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്.
പാരമ്പര്യ സ്വത്തുക്കളുള്ളവർക്കാണ് പാരമ്പര്യ സ്വത്ത് ലഭിക്കുന്നത്. പാരമ്പര്യ സ്വത്ത് ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടദാനം മറ്റേതെങ്കിലും തരത്തിൽ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒക്കെ ലഭിക്കുവാനുള്ള, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിലൂടെ അവർക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ട്. പാരമ്പര്യ സ്വത്തല്ല, മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയും മറ്റുള്ള പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം 2026 ചിങ്ങം രാശിക്കാർക്ക് ഉണ്ട്. അതുപോലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാകായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും 2026 മെയ് മാസം വരെ വളരെ ഗംഭീരമായ ഒരു സമയം തന്നെയാണ്. സർവ്വ ബഹുമാന്യതയും സർവ്വ അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. ജൂൺ മാസത്തിന് ശേഷം വ്യാഴം 12ലേക്ക് മാറുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ബഹുമാന്യതയും അംഗീകാരവും ഒക്കെ കിട്ടുമെങ്കിൽ പോലും ധനം നിങ്ങൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ധനം സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ മാസത്തിന് ശേഷം 12ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ തീർച്ചയായിട്ടും ധനമൊക്കെ ചിലവാക്കേണ്ടി വരും. അത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. വീട് വെക്കുകയോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ചിലവാക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല, അത് ചിലവാക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യാഴം 12ലേക്ക് വരുമ്പോൾ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ നല്ല സമയമാണ്. ഓൾറെഡി പല ആൾക്കാരും വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും അത് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം 11ൽ വ്യാഴം വന്നാലോ 11ൽ ശനി വന്നാലോ ഒക്കെ തീർച്ചയായിട്ടും ഗ്രഹനിർമ്മാണം സംഭവിക്കുമെന്നും അത് ആ പീരീഡിൽ തന്നെ, ശനിയുടെയോ വ്യാഴത്തിൻ്റെയോ ഒക്കെ പീരീഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നുമാണ് ശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഗ്രഹനിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതുപോലെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ ധനം വന്നു ചേരും, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആരോഗ്യം പൊതുവെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ അഷ്ടമഭാവത്തിൽ ഈ ശനി നിൽക്കുന്നത് കൊണ്ട്, കാരണം സ്ഥാനത്ത് ശനി നിൽക്കുമ്പോഴാണെങ്കിൽ അഷ്ടമത്തിൽ ശനി വന്നാൽ കഷ്ടത കൊടുക്കുമെന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ അത് വെച്ച് തീർച്ചയായിട്ടും അഷ്ടമസ്ഥാനത്ത് ശനി നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക, ആപത്തുകളോ അല്ലെങ്കിൽ മരണമോ തന്നെ സംഭവിക്കാം. അത് അഷ്ടമസ്ഥാനത്ത് ശനി വരുമ്പോൾ ഉള്ള ഒരു ഫലമാണത്. ആ ഫലം അത് ഏകദേശം ഒരു 90% അത് കറക്റ്റാണ്. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അഷ്ടമസ്ഥാനത്തിൽ ശനി വരുമ്പോൾ ഉള്ള അവസ്ഥകൾ. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ മാതാപിതാക്കളോ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഒക്കെ അങ്ങ് തീർച്ചയായിട്ടും മുൻകൈ എടുക്കുക. അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് നിങ്ങൾക്കും ഭാവിയിൽ ഗുണപ്രദമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സമയം തന്നെയാണ്. നല്ല പാർട്ട്നേഴ്സിന് ലഭിക്കുക, ബിസിനസ്സിൽ ലാഭം ലഭിക്കുക, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ജൂൺ മാസത്തിന് ശേഷം ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചോളുക. തീർച്ചയായിട്ടും ആ ജൂൺ മാസത്തിന് ശേഷം ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകുന്ന സമയത്ത് ധനപരമായിട്ടുള്ള ഓവർ എക്സ്പെൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ആ സമയത്ത്. അതുപോലെ തന്നെ ഈ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ശിവ ആരാധനയാണ്. അപ്പം മഹാദേവനെ പ്രാർത്ഥിക്കുക, അതുമല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഈ 2 പ്രാർത്ഥനകൾ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാർക്ക് ശനിയുടെ അഷ്ടമത്തിലെ ദോഷങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നുകിൽ ശിവാരാധന, അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇത് 2 ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ പൊതുവെ ധനം ഒക്കെ വരാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ധനം 12ലേക്ക് വ്യാഴം ജൂൺ മാസത്തിന് ശേഷം വരുമ്പോൾ ധനം ചിലവാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ധനവരവിന് യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല. അതുപോലെ പിന്നെ ഈ അഷ്ടമഭാവത്തിലൊക്കെ ശനി നിൽക്കുന്ന സമയത്ത് ഈ ബന്ധുക്കൾക്ക് ആപത്ത് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളും അല്ല നമ്മളോട് അടുപ്പമുള്ള വ്യക്തികളും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാനും പിണക്കം ഉണ്ടാകാനും ഒക്കെയുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു മിതത്വം കീപ്പ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് 2026.
അപ്പോൾ ഇതാണ് മെയിനായിട്ടും ചിങ്ങം രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മെയ് മാസം വരെ വളരെ ഗംഭീരമായ സമയമാണ്. മെയ് മാസത്തിന് ശേഷം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും ഈ ചിങ്ങം രാശിക്കാർ കടന്നു പോകുന്നത്. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഒരു ആത്മസംതൃപ്തിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ദോഷങ്ങൾക്കൊരു പരിഹാരവും ഒക്കെ ആയി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ 2026 കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സിൽവറിലും ഗോൾഡിലും നിർമ്മിച്ചിട്ടുള്ള രാജവശി യന്ത്രം നമ്മൾ വേൾഡ് വൈഡായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരിക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ ആ യന്ത്രം ഉപയോഗിക്കുകയും നമ്മൾ പറയുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ യന്ത്രം തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ കുറച്ച് പൈസ തന്നുകൊണ്ട് നിങ്ങൾക്ക് ആ യന്ത്രം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇത് ധനപരവും തൊഴിൽപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത് യന്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ യന്ത്രം ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ, അസ്ട്രോളജിക്കൽ, ന്യൂമറോളജിക്കൽ, പാരാസൈക്കോളജിക്കൽ, ഹിപ്നോട്ടിക്കലായിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്കും തീർച്ചയായിട്ടും അത് ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ നമ്പർ കൊടുക്കും. വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ചിങ്ങം രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും, ഫലങ്ങളായിരിക്കും 2026 സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ല്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ചിങ്ങരാശിക്കാരുടെ ഫലം 2026 ഇത്രയാണ് പറയാനുള്ളത്. തൽക്കാലം നിർത്തുന്നു. ശ്യാം എസ് സുന്ദർ. താങ്ക് യു വെരി മച്ച്.